നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പാകിസ്ഥാനുമായി വെടിനിർത്തലിന് ധാരണയായെന്ന് ഇന്ത്യ. അമേരിക്കയുടെ ഇടപെടലിനെ തുടർന്നല്ല ഇന്ത്യയും പാകിസ്ഥാനും വെടിനിർത്താൻ തീരുമാനിച്ചതെന്ന് കേന്ദ്ര സർക്കാർ. ചേറ്റുവയിൽ ആംബുലൻസിന്റെ മറവിൽ ലഹരി കച്ചവടം നടത്തുന്ന 2 പേർ പോലീസ് പിടിയിൽ. ഓപ്പറേഷൻ ഡി ഹണ്ടിന്റെ ഭാഗമായുള്ള പരിശോധനയിലാണ് യുവാക്കൾ പിടിയിലായത്. ഗുരുവായൂരിൽ 2 വീടുകളിൽ മോഷണം. മാവിൻചുവട് മോഷണം നടന്ന വീട്ടിൽ നിന്നും സ്വർണവും പണവും കവർന്നു. പാവറട്ടി തിരുനാളിന്റെ നേർച്ചയൂട്ടിന് ഭക്തജനപ്രവാഹം. 1.5 ലക്ഷം പേർക്കാണ് ഇത്തവണ നേർച്ച ഭക്ഷണം ഒരുക്കിയത്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ മെയ് 11 ഞായറാഴ്ച വിവാഹ ബുക്കിംഗ് 200 കടന്നതോടെ ദർശനത്തിനും താലികെട്ട് ചടങ്ങിനും ദേവസ്വം പ്രത്യേക ക്രമീകരണം ഒരുക്കി. താലികെട്ടിനായി കൂടുതൽ മണ്ഡപങ്ങൾ സജ്ജമാക്കി. വാർത്തകൾ വിശദമായി. പാകിസ്ഥാനുമായി വെടിനിർത്തലിന് ധാരണയായെന്ന് ഇന്ത്യ. അമേരിക്കയുടെ ഇടപെടലിനെ തുടർന്നല്ല ഇന്ത്യയും പാകിസ്ഥാനും വെടിനിർത്താൻ തീരുമാനിച്ചതെന്ന് കേന്ദ്ര സർക്കാർ. ഒരു മൂന്നാം കക്ഷിയും വെടിനിർത്തലിനായി ഇടപെട്ടില്ല. വെടിനിർത്താൻ ആവശ്യപ്പെട്ട് പാകിസ്ഥാന്റെ DGMO ആണ് ബന്ധപ്പെട്ടത്. സൈന്യങ്ങൾക്കിടയിലെ ചർച്ചയുടെ അടിസ്ഥാനത്തിലാണ് വെടിനിർത്തലാക്കിയത്. വെടിനിർത്താനുള്ള തീരുമാനം വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി വാർത്താസമ്മേളനത്തിൽ പ്രഖ്യാപിച്ചു. ഇരു രാജ്യങ്ങളും അംഗീകരിക്കുന്ന വേദിയിൽ തുടർ ചർച്ചയെന്ന അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയുടെ പ്രസ്താവന ഇന്ത്യ തള്ളി. ഒരു മൂന്നാം കക്ഷിയും ഇടപെട്ടില്ലെന്നതിനൊപ്പം ഒരു തുടർ ചർച്ചയുമില്ലെന്നും ഇന്ത്യ വ്യക്തമാക്കി. ഇന്ന് ഉച്ചതിരിഞ്ഞ് 3:35 പാക് DGMO വിളിച്ചത്. അതനുസരിച്ചാണ് വെടിനിർത്തൽ ധാരണയായത്. 12 ഉച്ചയ്ക്ക് 12 മണിക്ക് വീണ്ടും DGMO തലത്തിൽ ചർച്ച നടക്കും. ഇതോടെ വെടിനിർത്തൽ കരാർ പ്രാവർത്തികമായെന്നും കര, വ്യോമ, കടൽ മാർഗങ്ങളിൽ വെടിനിർത്തലിനാണ് തീരുമാനമെന്നും വിക്രം മിശ്രി അറിയിച്ചു. പക്ഷേ 6 മണിക്ക് വിളിച്ച വാർത്താ സമ്മേളനം 1 മിനിറ്റിൽ താഴെ മാത്രമാണ് നീണ്ടത്. മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകാതെ വിക്രം മിശ്രി വാർത്താ സമ്മേളനം അവസാനിപ്പിച്ചു. വെടിനിർത്തൽ പ്രഖ്യാപനത്തിനു ശേഷം ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ പ്രധാനമന്ത്രിയെ കണ്ടു. ഭീകരവാദത്തിനെതിരായ ശക്തമായ നിലപാട് തുടരുമെന്ന് എക്സിൽ കുറിച്ച ജയശങ്കർ ഇന്ത്യയും പാകിസ്ഥാനും ചർച്ച നടത്തിയാണ് തീരുമാനത്തിലെത്തിയത് എന്ന് വ്യക്തമാക്കി. ചേറ്റുവയിൽ ആംബുലൻസിന്റെ മറവിൽ ലഹരി കച്ചവടം നടത്തുന്ന 2 പേർ രാസലഹരിയുമായി പോലീസ് പിടിയിൽ. ഓപ്പറേഷൻ ഡി ഹണ്ടിന്റെ ഭാഗമായി തൃശൂർ റൂറൽ ജില്ലാ ലഹരി വിരുദ്ധ സ്ക്വാഡും വാടാനപ്പള്ളി പോലീസും സംയുക്തമായി നടത്തിയ പരിശോധനയിലാണ് ചേറ്റുവ പാലത്തിന് സമീപം നിർത്തിയിട്ടിരുന്ന ആംബുലൻസിൽ നിന്ന് MDMAയുമായി 2 പേരെ പിടികൂടിയത്. ചേറ്റുവ സ്വദേശി പുത്തൻപീടികയിൽ നസറുദ്ദീൻ, ചാവക്കാട് സ്വദേശി അഫ്സാദ് എന്നിവരാണ് പിടിയിലായത്. ആവശ്യക്കാർക്ക് അവർ പറയുന്ന സ്ഥലങ്ങളിലേക്ക് ആംബുലൻസിൽ രാസലഹരി എത്തിച്ചു കൊടുക്കുന്നതാണ് ഇവരുടെ രീതിയെന്ന് പോലീസ് പറഞ്ഞു. രാസലഹരി ഉപയോഗിക്കാനുള്ള ഉപകരണങ്ങളും വിപണനം നടത്തുവാനുള്ള സിപ്ലോക്ക് കവറുകളും വാഹനത്തിൽ നിന്നും കണ്ടെടുത്തു. ആംബുലൻസിലും രാസലഹരി ഉപയോഗിക്കുവാനുള്ള സൗകര്യം ഇവർ ചെയ്തു കൊടുത്തിരുന്നു. ആംബുലൻസ് ആകുമ്പോൾ റോഡുകളിലും മറ്റുമുള്ള പോലീസിന്റെ പരിശോധനകളിൽ നിന്നും ഒഴിവാകും എന്ന വ്യക്തമായ അറിവോടെയായിരുന്നു രാസലഹരി വിപണനം. ലഹരി കൈമാറിയ സംഘത്തെക്കുറിച്ചുള്ള അന്വേഷണം ഊർജിതമാക്കിയതായി പോലീസ് പറഞ്ഞു. തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി B. കൃഷ്ണകുമാർ IPSന്റെ നിർദ്ദേശപ്രകാരം റൂറൽ DYSP ഉല്ലാസ് കുമാർ, കൊടുങ്ങല്ലൂർ DYSP VK രാജു എന്നിവരുടെ നേതൃത്വത്തിൽ വാടാനപ്പള്ളി സബ് ഇൻസ്പെക്ടർ ശ്രീലക്ഷ്മി, തൃശൂർ റൂറൽ ജില്ലാ ലഹരിവിരുദ്ധ സ്ക്വാഡ് സബ് ഇൻസ്പെക്ടർ CR പ്രദീപ്, SIമാരായ ജയരാജ്, മുഹമ്മദ് റാഫി, സീനിയർ CPOമാരായ KC ബിജു, സുരേഖ്, ജിനേഷ്, അരുൺ, ഷിജു, CPO നിഷാന്ത് എന്നിവരടങ്ങിയ സംഘമാണ് പ്രതികളെ പിടികൂടിയത്. ഗുരുവായൂരിൽ 2 വീടുകളിൽ മോഷണം. മാവിൻചുവട് 2 വീടുകളിലാണ് മോഷണം നടന്നത്. ഈശ്വരീയം പരമേശ്വരൻ നായരുടെ ഭാര്യ കനകലതയുടെ 3 പവൻ തൂക്കം വരുന്ന മാലയും ചിറ്റിലപ്പള്ളി സെബാസ്റ്റ്യന്റെ വീട്ടിൽ കയറി 2 ഗ്രാമിന്റെ കമ്മലും 500 രൂപയുമാണ് മോഷ്ടാവ് കവർന്നത്. ശനിയാഴ്ച പുലർച്ചെ 5:30ഓടെയായിരുന്നു മോഷണം. പരമേശ്വരൻ നായരുടെ വീടിനകത്തു കയറിയ മോഷ്ടാവ് പൂജാമുറിയിൽ വിളക്ക് വയ്ക്കുകയായിരുന്ന കനകലതയുടെ കഴുത്തിലെ മാല പൊട്ടിക്കുകയായിരുന്നു. സെബാസ്റ്റ്യനും കുടുംബവും ബന്ധുവീട്ടിലായിരുന്നു. ഇവരുടെ മകൻ രാവിലെ വീട്ടിലെത്തിയപ്പോഴാണ് വാതിൽ തുറന്നു കിടക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടത്. തുടർന്നുള്ള പരിശോധനയിലാണ് 2 ഗ്രാമിന്റെ സ്വർണ്ണക്കമ്മലും 500 രൂപയും നഷ്ടപ്പെട്ടതായി കണ്ടെത്തിയത്. ഇരുവരും ഗുരുവായൂർ പോലീസിൽ പരാതി നൽകി. ഇവിടെ ഉള്ളവരാരുമല്ല, ഇവർക്ക് ഈ വർഷത്തിൽ തന്നെയാണ്. നമ്മള് പുള്ളി ടീഷർട്ടും മുണ്ടുമാണ്.
അപ്പോൾ നമ്മുടെ ആൾക്കാരും അല്ല എന്നുള്ളൊരു പെട്ടെന്ന് എനിക്ക് മരുവാന് ഇങ്ങനെ വന്ന് നിൽക്കും. ഞാൻ എണീറ്റ് കഴിഞ്ഞാൽ പുള്ളി വന്ന് ഇതുപോലെ നിൽക്കും. പുള്ളി ഇവിടെ ഇല്ല. ഇതെല്ലാം എന്താ കണ്ണീമ്പ് നേരം പോലും വേണ്ട നമ്മുടെ മനസ്സിലിങ്ങനെ മാറി മറിയാനായിട്ട്. അന്നേരമാണ് എനിക്കിത് നമ്മുടെ ആരും അല്ല, ആരോ അതിക്രമിച്ച് വന്നതാണെന്നുള്ള ഒരു ബോധം വന്ന് അപ്പോൾ അവനെ കണ്ടപ്പോഴേ ഞാൻ പോകാൻ തുടങ്ങി, കാണാൻ തുടങ്ങി. സാരി ഇങ്ങനെ തന്നെ നടപ്പുണ്ട്, അതിങ്ങനെ എടുത്ത് കുത്തിയിട്ടൊക്കെയാണ് ഇരിക്കുന്നത്. അവനിത് മാറ്റിയിട്ട് മാല എടുക്കാനായിട്ട് അവന് കയ്യിലൊക്കെ നോക്കുന്നുണ്ട്, പക്ഷെ കയ്യിലൊന്നും കിട്ടത്തില്ല. പിന്നെ അപ്പോൾ അതിനിടയ്ക്കൂടെ അവൻ്റെ എൻ്റെ മുഖത്ത് കാതിൽ നോക്കി, അതും കിട്ടുന്ന ലക്ഷണം തോന്നിയില്ലേ. ഇത് എടുക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഇവന് ഇങ്ങനെ കണ്ടുള്ള സംഭവമല്ലേ. അപ്പോൾ അവൻ്റെ കണ്ണിൽ കൂടെ കാണുന്നത് തന്നെ എനിക്ക് കാണാൻ മനസ്സിൽ കാണുന്നത് അവൻ്റെ ഉദ്ദേശങ്ങളൊക്കെ നമുക്ക് ഏകദേശം അറിയാൻ പറ്റും. ഞാൻ എങ്ങനെയൊക്കെ എനിക്ക് കാണാൻ പറ്റേ. പോലീസിലേക്ക് കൊടുത്തിട്ടില്ലേ? നല്ലപോലെ കാണുന്നതല്ലേ, അവനോട് വന്ന് ഇന്നപ്പത്തിന് കാണുന്നതല്ലേ. ഇവനെന്റെ നേരം ഇങ്ങനെ വരുമല്ലേ അങ്ങനെ. പക്ഷെ അതിനേക്കാൾ പൊക്കമുള്ളവനാ. ഗുരുവായൂർ ക്ഷേത്രത്തിൽ മെയ് 11 ഞായറാഴ്ച വിവാഹ ബുക്കിംഗ് 200 കടന്നതോടെ ദർശനത്തിനും താലികെട്ട് ചടങ്ങിനും ദേവസ്വം പ്രത്യേക ക്രമീകരണമൊരുക്കും. വൈശാഖ മാസ തിരക്ക് പ്രതീക്ഷിക്കുന്നതിനാൽ ഭക്തർക്ക് സുഗമമായ ക്ഷേത്ര ദർശനവും സമയബന്ധിതമായി വിവാഹ ചടങ്ങുകളും നടത്താനാണ് ദേവസ്വം ക്രമീകരണങ്ങൾ സജ്ജമാക്കുന്നത്. സമയബന്ധിതമായി പൂർത്തിയാക്കാൻ പുലർച്ചെ 5 മണി മുതൽ കല്യാണങ്ങൾ നടത്തും. താലികെട്ടിനായി കൂടുതൽ മണ്ഡപങ്ങൾ സജ്ജമാക്കും. താലികെട്ട് ചടങ്ങ് നിർവഹിക്കാൻ ക്ഷേത്രം കോയ്മമാരെ മണ്ഡപത്തിലേക്ക് അധികം നിയോഗിക്കും. വരനും വധുവുമടങ്ങുന്ന വിവാഹ സംഘങ്ങൾക്ക് നേരത്തെ എത്തി ക്ഷേത്രം തെക്കേനടയിലെ പട്ടരുകുളത്തിനോട് ചേർന്നുള്ള റിസപ്ഷൻ കൗണ്ടറിലെത്തി ടോക്കൺ വാങ്ങി പ്രത്യേക പന്തലിൽ വിശ്രമിക്കാം. താലികെട്ട് ചടങ്ങിന്റെ ഊഴമാകുമ്പോൾ ടോക്കൺ നമ്പർ പ്രകാരം ഇവരെ ക്ഷേത്രം സെക്യൂരിറ്റി വിഭാഗം മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിലേക്കും അവിടെ നിന്നും കല്യാണ മണ്ഡപത്തിലേക്കും പ്രവേശിപ്പിക്കും. വരനും വധുവും കുടുംബാംഗങ്ങളും 4 ഫോട്ടോഗ്രാഫർമാരും ഉൾപ്പെടെ 24 പേർക്ക് പ്രവേശനമുണ്ടാകൂ. ക്ഷേത്രത്തിൽ ക്രമാതീതമായ ഭക്തജന തിരക്ക് പ്രതീക്ഷിക്കുന്നതിനാൽ പുലർച്ചെ നിർമ്മാല്യം മുതൽ ഭക്തരെ കൊടിമരത്തിന് സമീപം വഴി നേരെ നാലമ്പലത്തിലേക്ക് പ്രവേശിപ്പിക്കും. അനിയന്ത്രിതമായ തിരക്കുണ്ടാകുന്ന പക്ഷം ഭക്തജനങ്ങൾക്ക് സുഗമമായ ദർശനം ഉറപ്പാക്കുന്നതിന് ദേവസ്വം ഏർപ്പെടുത്തുന്ന ദർശന നിയന്ത്രണങ്ങളോട് ഭക്തജനങ്ങൾ പൂർണ്ണമായി സഹകരിക്കണമെന്ന് ദേവസ്വം ചെയർമാൻ ഡോക്ടർ വി.കെ. വിജയനും അഡ്മിനിസ്ട്രേറ്റർ കെ.പി. വിനയനും അഭ്യർത്ഥിച്ചു. പാവറട്ടി 149 തിരുനാളിന്റെ നേർച്ചയൂട്ടിന് ഭക്തജനപ്രവാഹം. പാവറട്ടി വിശുദ്ധ യൗസേ പിതാവിന്റെ തീർത്ഥകേന്ദ്രത്തിലെ 149 മധ്യസ്ഥ തിരുനാളിനോടനുബന്ധിച്ച് നടക്കുന്ന നേർച്ച ഊട്ടിന് വൻ ഭക്തജനപ്രവാഹം. രാവിലെ 10 മണിക്ക് തൃശൂർ അതിരൂപത വികാരി ജനറൽ മോൺസിഞ്ഞോർ ജെയ്സൺ കൂനംപ്ലാക്കൽ മുഖ്യ കാർമ്മികത്വം വഹിച്ച ദിവ്യബലിയെ തുടർന്ന് തീർത്ഥകേന്ദ്രം റെക്ടർ ഫാദർ ആന്റണി ചെമ്പകശ്ശേരി നേർച്ച ഭക്ഷണം ആശീർവദിച്ചു. 1.5 ലക്ഷം പേർക്കാണ് ഇത്തവണ നേർച്ച ഭക്ഷണം ഒരുക്കിയിട്ടുള്ളത്. ഊട്ടുസദ്യയിൽ ചോറ്, സാമ്പാർ, ഉപ്പേരി, ചെത്തുമാങ്ങ എന്നിവ പ്രധാന ഇനങ്ങളാണ്. മാനേജിംഗ് ട്രസ്റ്റി ഒ.ജെ. ഷാജൻ, നേർച്ച ഭക്ഷണ കമ്മിറ്റി കൺവീനർമാരായ കെ.ഡി. ജോസ്, വി.ആർ. ജോൺ, ആൽബർട്ട് തരകൻ, ജോയിന്റ് കൺവീനർമാരായ സാബു ലൂവിസ്, പി.ജെ. വിൻസെന്റ്, കെ.ഒ. ബാബു, എ.വി. ജോളി, ഡേവിസ് തെക്കേക്കര, എ.ജെ. മാത്യൂസ്, കുടുംബകൂട്ടായ്മ ഏകോപന സമിതി കൺവീനർ സേവ്യർ അറക്കൽ, കൺവീനർ സി.വി. സേവ്യർ എന്നിവരാണ് നേർച്ച ഊട്ടിന് നേതൃത്വം നൽകുന്നത്. നേർച്ച ഊട്ട് ഞായറാഴ്ചയും തുടരും. പാവറട്ടി സെന്റ് ജോസഫ് തീർത്ഥകേന്ദ്രത്തിൽ 149 മധ്യസ്ഥ തിരുനാൾ ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ച് ദീപാലങ്കാരം മിഴി തുറന്നു. സെന്റ് തോമസ് ആശ്രമാധിപൻ ഫാദർ ജോസഫ് ആലപ്പാട്ട് ദീപാലങ്കാരത്തിന്റെ സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ചു. തീർത്ഥകേന്ദ്രം റെക്ടർ ഫാദർ ആന്റണി ചെമ്പകശ്ശേരി അധ്യക്ഷനായി. പാവറട്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം റജീന, കൈക്കാരന്മാരായ ഒ.ജെ. ഷാജൻ, പിയൂസ് പുലിക്കോട്ടിൽ, വിൽസൺ നീലങ്കാവിൽ, കെ.ടി. വിൻസെന്റ്, പള്ളി ദീപാലങ്കാര കമ്മിറ്റി കൺവീനർ വി.എൽ. ഷാജു, റോഡ് ദീപാലങ്കാര കമ്മിറ്റി കൺവീനർ കെ.ടി. ബിജു വർഗീസ് എന്നിവർ സംസാരിച്ചു. തിരുനാൾ കമ്മിറ്റി ഭാരവാഹികളായ സേവ്യർ അറക്കൽ, സി.വി. സേവ്യർ, പി.ആർ.ഒ. റാഫി നീലങ്കാവിൽ, എം.എഫ്. പ്രിൻസ്, സുബിരാജ് തോമസ് എന്നിവർ നേതൃത്വം നൽകി. 1.5 ലക്ഷം LED പിക്സൽ ബൾബുകൾ ഉപയോഗിച്ചാണ് ദേവാലയം ദീപപ്രഭയിൽ അലങ്കരിച്ചിട്ടുള്ളത്. സൗത്ത് ഷാർപ്പികളും LED ബാർലൈറ്റുകളും ദേവാലയ ദീപാലങ്കാരത്തിന് ചാരുതയേകി. സാറ്റിൻ റിബൺ കൊണ്ടു തീർത്ത തോരണം തിരുനടയിൽ വർണ്ണവിസ്മയം തീർത്തു. നിർമ്മാണ തൊഴിലാളികളുടെ നേതൃത്വത്തിൽ നടത്തിയ ഫാൻസി വെടിക്കെട്ട് വർണ്ണമഴയായി പെയ്തിറങ്ങി. തെക്ക് ഭാഗം വെടിക്കെട്ട് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തിരുമുറ്റ മെഗാ ഫ്യൂഷൻ അരങ്ങേറി. ചൂണ്ടൽ പഞ്ചായത്തിലെ തൂവാനൂർ വാർഡിലെ ചോട്ടിലപ്പാറ പാലം നിർമ്മാണത്തിനിടെയുണ്ടായ അപകടത്തിൽ ഇതര സംസ്ഥാന തൊഴിലാളികളായ 3 പേർക്ക് പരിക്ക്. ഒഡീഷയിലെ ഫുൾവാനി സ്വദേശി തീർത്ഥപ്രധാൻ, ഗഞ്ചം സ്വദേശി
ഗിർധൻ പ്രധാൻ, പശ്ചിമ ബംഗാളിലെ മാൾട്ട സ്വദേശി ജിതൻ എന്നിവർക്കാണ് പരിക്കേറ്റത്. മൂവർക്കും കാലുകൾക്കാണ് സാരമായി പരിക്കേറ്റിട്ടുള്ളത്. ഇവരെ കേച്ചേരി ആക്സ് പ്രവർത്തകരെത്തി മെഡിക്കൽ കോളേജിൽ എത്തിച്ചു. പാലത്തിന്റെ പ്രധാന തൂണിന്റെ അടിഭാഗം കോൺക്രീറ്റ് ചെയ്യുന്ന പ്രവൃത്തി നടത്തുകയായിരുന്നു തൊഴിലാളികൾ. കോൺക്രീറ്റ് മിക്സ് ചെയ്യുന്ന മെഷീനുകളിൽ നിന്നുമുള്ള ഭാരമേറിയ ഇരുമ്പ് പൈപ്പ് അധിക മർദ്ദത്താൽ തെറിച്ച് സമീപത്തു നിന്നിരുന്ന തൊഴിലാളികളുടെ കാലുകളിൽ ശക്തമായി ഇടിക്കുകയായിരുന്നു. ഇരുമ്പ് കമ്പികളിൽ കാൽ കുരുങ്ങിക്കിടന്ന 3 പേർക്കാണ് കാര്യമായി പരിക്കേറ്റത്. തൊഴിലാളികൾക്ക് മതിയായ സുരക്ഷാ സൗകര്യങ്ങൾ ഒരുക്കാതെയാണ് കരാറുകാരൻ തൊഴിൽ ചെയ്യിക്കുന്നതെന്ന് നാട്ടുകാരും പറയുന്നു. ശുചിമുറി മാലിന്യം നഗര കേന്ദ്രത്തിലേക്ക് ഒഴുകിയതിനെ തുടർന്ന് കുന്നംകുളം പഴയ ബസ് സ്റ്റാൻഡ് കെട്ടിടത്തിലെ കംഫർട്ട് സ്റ്റേഷൻ കോൺഗ്രസ് കൗൺസിലർമാർ പൂട്ടിച്ചു. വെള്ളിയാഴ്ച ഉച്ചയോടെയാണ് കംഫർട്ട് സ്റ്റേഷന്റെ പുറകിലെ പൈപ്പ് പൊട്ടി മാലിന്യം നിറഞ്ഞൊഴുകാൻ തുടങ്ങിയത്. കെട്ടിടത്തിന് താഴെ യൂണിയൻ ഷെഡിന് സമീപത്തു നിന്നാണ് ശുചിമുറി മാലിന്യം നിറഞ്ഞ് പുറത്തേക്ക് തള്ളുന്നത്. ഈ മലിനജലം കെട്ടിടത്തിന് സമീപത്തെ വ്യാപാര കേന്ദ്രങ്ങൾക്ക് മുന്നിലൂടെയാണ് ഒഴുകുന്നത്. ഇതേ തുടർന്ന് വ്യാപാരികൾ നിരവധി തവണ നഗരസഭാ അധികൃതർക്ക് പരാതി നൽകിയെങ്കിലും നടപടി എടുക്കാതിരുന്ന സാഹചര്യത്തിലാണ് കോൺഗ്രസ് കൗൺസിലർമാരായ ബിജു സി ബേബി, ഷാജി ആലിക്കൽ എന്നിവർ പ്രതിഷേധിച്ച് കംഫർട്ട് സ്റ്റേഷൻ പൂട്ടിച്ചത്. നഗരത്തിന്റെ ഹൃദയഭാഗത്തെ മുനിസിപ്പൽ അധീനതയിലുള്ള കംഫർട്ട് സ്റ്റേഷനിൽ നിന്നുള്ള പൊട്ടിയിട്ടുള്ള മലിനജലവും അതുപോലെ വിസർജ്യ വസ്തുക്കളാണ് പുറത്ത് നമ്മുടെ വടക്കാഞ്ചേരി റോഡ് കൂടെ ഒഴുകി നടക്കുന്നത്. ഇതിനെതിരെ ഒരു നടപടി സ്വീകരിക്കാൻ നഗരസഭയ്ക്ക് കഴിഞ്ഞിട്ടില്ല. സാധാരണ വ്യക്തികളോടാണ് നിർബന്ധമായിട്ട് കർശന നിർദ്ദേശങ്ങൾ കൊടുക്കുകയും അവരിത് പിഴ ഈടാക്കുകയും ചെയ്യുന്ന നഗരസഭ ഈ ഒരു അനാസ്ഥ കണ്ടില്ലെന്ന് കാണിക്കുകയാണ്. കവിയും മാധ്യമപ്രവർത്തകനുമായ സുബീഷ് തെക്കൂട്ടിന്റെ 2ാമത് കവിതാ സമാഹാരത്തിന്റെ കവർ പ്രകാശനം റവന്യൂ മന്ത്രി കെ രാജൻ നാളെ തൃശൂരിൽ നിർവഹിക്കും. തൃശൂർ മാതൃഭൂമി ബുക്സിൽ വൈകിട്ട് 5 മണിക്കാണ് ചടങ്ങ്. പ്രശസ്ത മാധ്യമ പ്രവർത്തകരായ ഉണ്ണി ബാലകൃഷ്ണൻ, സ്മൃതി പരുത്തിക്കാട്, ഹഷ്മി താജ് ഇബ്രാഹിം, എഴുത്തുകാരായ ഷിഹാബുദ്ദീൻ പൊയ്ത്തുംകടവ്, കെ രേഖ തുടങ്ങി 100 പേർ FB പേജുകളിലൂടെയും കവർ പ്രകാശനം നടത്തും. വെള്ളാർമല GVHSS എന്ന പേരിൽ 32 കവിതകളുടെ സമാഹാരം മാതൃഭൂമി ബുക്സാണ് പുറത്തിറക്കുന്നത്. വയനാടിന്റെ അതിജീവനത്തിനായി സമർപ്പിക്കപ്പെട്ട പുസ്തകം ഒരാഴ്ചയ്ക്കകം മാതൃഭൂമിയുടെ എല്ലാ ബുക്ക് ഷോപ്പുകളിലും എത്തിച്ചേരും. കവി കുഞ്ഞുണ്ണി മാഷിന്റെ 98ാം ജയന്തി ആഘോഷവും പുരസ്കാര സമർപ്പണവും ഗുരുവായൂരിൽ നടന്നു. ഈ വർഷത്തെ പുരസ്കാരം കവി രാധാകൃഷ്ണൻ കാക്കശ്ശേരിക്ക് റിട്ടയർഡ് മദ്രാസ് ഹൈക്കോടതി ജസ്റ്റിസ് KK ശശിധരൻ നമ്പ്യാർ സമ്മാനിച്ചു. വേദിക സാംസ്കാരിക സമിതിയുടെയും കുഞ്ഞുണ്ണി മാഷ് സാഹിത്യവേദിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ നടന്ന സമ്മേളനത്തിൽ പ്രസിഡന്റ് സജീവൻ നമ്പ്യത്ത് അധ്യക്ഷനായി. കവി ഗുരുവായൂർ കൃഷ്ണൻകുട്ടി, കവി K ദിനേശ് രാജ, ഗുരുവായൂർ മുനിസിപ്പാലിറ്റി മുൻ ചെയർപേഴ്സൺ M രതി ടീച്ചർ, തോന്നല്ലൂർ രാഹുൽ, സേതു പാലിയത്ത് എന്നിവർ സംസാരിച്ചു. വായനയ്ക്കും മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുമുള്ള സമ്മാനങ്ങളും ചടങ്ങിൽ നൽകി. പഴഞ്ഞി സെന്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രലിൽ പുതിയ പള്ളിയുടെ 17ാം സ്ഥാപിത പെരുന്നാൾ ആഘോഷിച്ചു. വെള്ളിയാഴ്ച സന്ധ്യാ നമസ്കാരത്തിന് ജോസഫ് കോർ എപ്പിസ്കോപ്പ കാർമ്മികത്വം വഹിച്ചു. വികാരി ഫാദർ ജോൺ ഐസക്, സഹവികാരി ഫാദർ ആന്റണി പൗലോസ്, ഇടവക പട്ടക്കാരായ ഫാദർ ജോസഫ് ജോസ്, ഫാദർ കുര്യാക്കോസ് ജോൺസൺ, ഫാദർ ജോർജ് ചാക്കോ എന്നിവർ സഹകാർമ്മികരായി. സന്ധ്യാ നമസ്കാരത്തിനു ശേഷം പള്ളി ചുറ്റിയുള്ള പ്രദക്ഷിണവും ആശീർവാദവും നേർച്ച വിളമ്പലും നടന്നു. ശനിയാഴ്ച വിശുദ്ധ മൂന്നിൽ കുർബാനയ്ക്ക് ബദനി ആശ്രമം അംഗം ബെഞ്ചമിൻ OAC കാർമ്മികത്വം വഹിച്ചു. ഫാദർ ജോസഫ് ജോർജ്, ഫാദർ ആന്റണി പൗലോസ് എന്നിവർ സഹകാർമ്മികരായി. ശുശ്രൂഷകൾക്ക് വികാരി ഫാദർ ജോൺ ഐസക് നേതൃത്വം നൽകി. തുടർന്ന് പള്ളി ചുറ്റിയുള്ള പ്രദക്ഷിണവും ആശീർവാദവും സ്നേഹവിരുന്നും ഉണ്ടായിരുന്നു. കൈസ്ഥാനി സന്തോഷ് CJ, സെക്രട്ടറി സിൻഡോ K ശീമോൻ, മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ നേതൃത്വം നൽകി. ഗുരുവായൂർ തിരുവിങ്കിട ചലപതി ക്ഷേത്രത്തിലെ ബ്രഹ്മോത്സവത്തിന് ആറാട്ടോടെ സമാപനമായി. മെയ് 2 മുതൽ 9 വരെയായിരുന്നു ചടങ്ങുകൾ. വൈകിട്ട് അനുഷ്ഠാന ആചാര താന്ത്രിക ചടങ്ങുകളോടെ നടന്ന ആറാട്ടുബലി, കിഴക്കേ നടക്കൽ ഭഗവാനെ എഴുന്നള്ളിച്ചു വയ്ക്കൽ, ദീപാരാധന, യാത്രാബലി എന്നിവയ്ക്ക് ശേഷം ഭഗവാൻ ഗ്രാമപ്രദക്ഷിണത്തിന് പുറത്തേക്ക് എഴുന്നള്ളി. ഗജവീരൻ അനന്തനാരായണൻ തിടമ്പേറ്റി ഗുരുവായൂർ മുരളിയുടെ നാദസ്വരവും പരിശവാദ്യവും അകമ്പടിയായി. 100 കണക്കിന് താലപ്പൊലിയുടെ സാന്നിധ്യത്തിൽ ഗ്രാമപ്രദക്ഷിണവുമായി നീങ്ങിയ എഴുന്നള്ളിപ്പിന് വഴിനീളെ നിറപറകളാലും അലങ്കാരങ്ങളാലും ഭക്തർ വരവേറ്റു. ഗുരുവായൂർ മഞ്ജുളാൽ പരിസരത്തെത്തി ഗുരുവായൂരപ്പനെ വണങ്ങി തിരിച്ച് ക്ഷേത്രാങ്കണത്തിലെത്തി.
കോട്ടപ്പടി സന്തോഷ് മാരാരുടെ നേതൃത്വത്തിൽ വാദ്യതാളങ്ങളോടെ ക്ഷേത്ര ഊരാളൻ മല്ലിശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിപ്പാടിന്റെ സാന്നിധ്യത്തിൽ ക്ഷേത്രം തന്ത്രി ചേന്നാസ് ദിനേശൻ നമ്പൂതിരിപ്പാടിന്റെ കാർമ്മികത്വത്തിൽ അനുബന്ധ പൂജകളോടെ ക്ഷേത്ര തീർത്ഥക്കുളത്തിൽ ഭഗവാന്റെ ആറാട്ട് നടത്തി. ക്ഷേത്രം ഭാരവാഹികളായ ശശി വാറനാട്ട്, പ്രഭാകരൻ മണ്ണൂർ, സേതു തിരുവെങ്കിടം, ബാലൻ വാറനാട്ട്, എ വിനോദ്കുമാർ, രാജു കലാനിലയം, ശിവൻ കണിച്ചാടത്ത്, ഹരി കൂടത്തിങ്കൽ, രാജു പെരുവഴിക്കാട്ട്, പി ഹരിനാരായണൻ, ടി കെ അനന്തകൃഷ്ണൻ, മാനേജർ പി രാഘവൻ നായർ എന്നിവർ ബ്രഹ്മോത്സവത്തിന് നേതൃത്വം നൽകി. ആൽത്തറ ഗോവിന്ദാപുരം മഹാവിഷ്ണു ക്ഷേത്രത്തിൽ 6 ദിവസങ്ങളിലായി നടന്നുവന്നിരുന്ന വൈശാഖ ഏകാദശി മഹോത്സവം സമാപിച്ചു. രാവിലെ ആറാട്ട്, കൊടിക്കൽപ്പറ, 25 കലശം, അഭിഷേകം എന്നീ ചടങ്ങുകളുണ്ടായി. പൂജകൾക്ക് ചേന്നാസ് ഗിരീശൻ നമ്പൂതിരിപ്പാട് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. വൈകിട്ട് ദേശപൂരങ്ങൾ പടിഞ്ഞാറേ നടയിൽ കൂട്ടിയെഴുന്നള്ളിപ്പ് നടത്തി സമാപിച്ചു. കേരളത്തിലെ തലയെടുപ്പുള്ള 5ഓളം ഗജവീരന്മാർ കിഴക്കേ നടയിലെ ആലിൻ ചുവട്ടിൽ അണിനിരന്നു. തുടർന്ന് കാവടി ഉത്സവങ്ങളുടെ വരവുമുണ്ടായി. രാത്രി ആൽത്തറ ഓട്ടോ ഡ്രൈവേഴ്സിന്റെ ഗാനമേളയും ഉണ്ടായിരുന്നു. ആഘോഷങ്ങൾക്ക് ക്ഷേത്രം ഭാരവാഹികളായ കെ പി സുകുമാരൻ, രാജേഷ് കടാമ്പുള്ളി, മുരളി പൊലിയത്ത്, എം ജി സുരേഷ്, ഹരി എഴുത്തുപുരയ്ക്കൽ, സുരേഷ് നടുവത്ത് ക്ഷേത്രം ഭാരവാഹികളും നേതൃത്വം നൽകി. കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ സ്റ്റാഫ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ദ്വിദിന സംസ്ഥാന പഠന ക്യാമ്പും യാത്രയയപ്പ് സമ്മേളനവും സംഘടിപ്പിച്ചു. മുതുവട്ടൂർ ശിക്ഷക് സദനിൽ മുൻ MLA കെ വി അബ്ദുൽ ഖാദർ ഉദ്ഘാടനം ചെയ്തു. അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് പി ബിജു അധ്യക്ഷത വഹിച്ചു. കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി വി കെ മധു വിരമിച്ച ജീവനക്കാർക്കും AP കളക്കാട് പുരസ്കാര ജേതാവായ SR ലാലിനും ഉപഹാരങ്ങൾ സമർപ്പിച്ചു. സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ എക്സിക്യൂട്ടീവ് അംഗം പി തങ്കം ടീച്ചർ, സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ അംഗം ടി ബി ശാലിനി, ലൈബ്രറി കൗൺസിൽ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ വി സിനി എന്നിവർ സംസാരിച്ചു. തുടർന്ന് കില ഫാക്കൽറ്റിയും മുൻ ദൂരദർശൻ ന്യൂസ് റീഡറുമായ കെ ബാലകൃഷ്ണൻ ക്ലാസ് എടുത്തു. SR ലാൽ, എം സുരേഷ്, പി ബാബു, NP രാധാകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. സ്റ്റാഫ് അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി പ്രസാദ് കൂടാളി സ്വാഗതവും സെക്രട്ടേറിയറ്റ് അംഗം ബിജു ഫ്രാൻസിസ് നന്ദിയും പറഞ്ഞു. സമാപന ദിവസമായ ഞായറാഴ്ച കെ ജയദേവൻ, NGO സംസ്ഥാന പ്രസിഡന്റ് MV ശശിധരൻ എന്നിവരുടെ പ്രഭാഷണമുണ്ടായിരിക്കും. എരുമപ്പെട്ടി പഞ്ചായത്ത് 2024-25 സാമ്പത്തിക വർഷത്തിലെ ജനകീയ ആസൂത്രണ പദ്ധതി പ്രകാരം ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് ട്രോളി വിതരണം നടത്തി. പഞ്ചായത്ത് പ്രസിഡന്റ് S ബസന്തലാൽ ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീജ സുരേഷ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം ജലീലാദൂർ മുഖ്യാതിഥിയായി. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുമന സുഗതൻ, MK ജോസ്, സുരേഷ് ബബിത, സ്വപ്ന, CDS ചെയർപേഴ്സൺ നകുല പ്രമോദ്, എക്സ്റ്റൻഷൻ ഓഫീസർ ജസ്റ്റിൻ സെബാസ്റ്റ്യൻ എന്നിവർ സംസാരിച്ചു. ഹരിതകർമ്മസേന പ്രവർത്തനം സുഗമമാക്കുന്നതിനു വേണ്ടിയാണ് ട്രോളികൾ വിതരണം ചെയ്തത്. പുതുശ്ശേരിയിൽ ഗൃഹനാഥനെ ശുചിമുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. തെക്കേക്കര റോബി മാസ്റ്ററുടെ മകൻ ഗ്ലിറ്റാണ് മരിച്ചത്. 53 വയസ്സാണ്. ബാത്റൂമിൽ പോയി തിരിച്ചിറങ്ങാത്തതിനെ തുടർന്ന് വീട്ടിലുണ്ടായിരുന്ന മകൻ നാട്ടുകാരുടെ സഹായത്തോടെ വാതിൽ തകർത്ത് നോക്കിയപ്പോഴാണ് ഇയാളെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഹൃദയ സംബന്ധമായ അസുഖത്തെ തുടർന്ന് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നയാളാണ് ഗ്ലിറ്റ്. ബാത്റൂമിൽ വീണതിനെ തുടർന്ന് ഗ്ലിറ്റിന്റെ താടി ഭാഗം പൊട്ടിയിട്ടുണ്ട്. ഇയാളുടെ പിതാവും ഭാര്യയും കൊറോണ ബാധിച്ച് നേരത്തെ മരിച്ചതാണ്. വീട്ടിൽ ഗ്ലിറ്റിനൊപ്പം മകൻ ഗ്ലാഡ്വിൻ മാത്രമാണുള്ളത്. കുന്നംകുളം പോലീസ് സ്ഥലത്തെത്തി നടപടികൾ പൂർത്തിയാക്കിയ ശേഷം മൃതദേഹം കുന്നംകുളം താലൂക്ക് ആശുപത്രി മോർച്ചറിയിലേക്കും പിന്നീട് പോസ്റ്റ്മോർട്ടത്തിനായി തൃശൂർ മെഡിക്കൽ കോളേജ് മോർച്ചറിയിലേക്കും മാറ്റി. സംസ്കാരം ഞായറാഴ്ച ഉച്ചതിരിഞ്ഞ് 3:30 പുതുശ്ശേരി നാറ്റിവിറ്റി ഓഫ് അവർ ലേഡി ദേവാലയ സെമിത്തേരിയിൽ നടക്കും. ദേശീയ പണിമുടക്കിന്റെ ഭാഗമായി സംയുക്ത ട്രേഡ് യൂണിയൻ ഗുരുവായൂർ മേഖലാ കൺവെൻഷൻ സംഘടിപ്പിച്ചു. ഗുരുവായൂർ AKG സദനത്തിൽ CITU ചാവക്കാട് ഏരിയ സെക്രട്ടറി AS മനോജ് ഉദ്ഘാടനം ചെയ്തു. AITC ഗുരുവായൂർ മേഖലാ കൺവീനർ MA സന്തോഷ് അധ്യക്ഷത വഹിച്ചു. MK സജീവൻ, AV റെയ്നസ് എന്നിവർ സംസാരിച്ചു. ജെയിംസ് ആളൂർ സ്വാഗതവും ഉണ്ണി വാർനാട്ട് നന്ദിയും പറഞ്ഞു. ഗുരുവായൂർ നഗരസഭ വാർഡ് 27 കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മഹാത്മാ കുടുംബ സംഗമവും വാർഡ് തല സമ്മേളനവും നടത്തി.
റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് നഗരസഭാ കൗൺസിലർ വി.കെ. സുജിത്തിന്റെ അധ്യക്ഷതയിൽ ചേർന്ന സംഗമ സമ്മേളനം ഗുരുവായൂർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അരവിന്ദൻ പലത്ത് ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ബാലൻ വാർനാട്ട് ഗാന്ധി സ്മരണ സന്ദേശം നൽകി. നേതാക്കളായ ഒ.പി. ജോൺസൺ, വി. ബാലകൃഷ്ണൻ നായർ, ശിവൻ കണിച്ചാടത്ത്, മഞ്ജു രവീന്ദ്രൻ, മനീഷ് നീലിമന തുടങ്ങിയവർ സംസാരിച്ചു. നേരത്തെ ഗാന്ധി ചിത്രത്തിൽ പുഷ്പാർച്ചന അർപ്പിച്ച് പ്രാർത്ഥനയോടെ തുടക്കം കുറിച്ച് കാശ്മീരിൽ കൊല്ലപ്പെട്ടവർക്ക് സ്മരണാഞ്ജലി അർപ്പിച്ച് തീവ്രവാദ പ്രതിജ്ഞയെടുത്തു. വാർഡ് 27 കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹികളായി വി. ബാലകൃഷ്ണൻ നായർ പ്രസിഡന്റ്, മഞ്ജു രവീന്ദ്രൻ ജനറൽ സെക്രട്ടറി, ഐശ്വര്യ കെ.സി. ഖജാൻജി എന്നിവരെ തെരഞ്ഞെടുക്കുകയും ചെയ്തു. വടക്കേക്കാട് കൊച്ചനാംകുളത്തിന്റെ സുരക്ഷാ മുൻകരുതലുകൾ പരിശോധിക്കാനായി കുന്നംകുളം ഫയർ ആൻഡ് റെസ്ക്യൂ സ്റ്റേഷൻ ഓഫീസർ വിജയകൃഷ്ണൻ കുളം സന്ദർശിച്ചു. കൊച്ചനാംകുളത്തിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ അവസാന ഘട്ടത്തിലാണ്. വടക്കേക്കാട് ഗ്രാമപഞ്ചായത്തും ചാവക്കാട് ബ്ലോക്ക് പഞ്ചായത്തും ചേർന്ന് 52 ലക്ഷത്തോളം രൂപ ചെലവഴിച്ചാണ് കുളത്തിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. നിർമ്മാണ പ്രവർത്തനങ്ങളിൽ പോലീസ് ചില സുരക്ഷാ മുൻകരുതലുകൾ കൂടി നിർദ്ദേശിച്ചു. റോഡ് അപകടങ്ങൾ കഴിഞ്ഞാൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ അപകടങ്ങൾ ഉണ്ടാകുന്നത് മുങ്ങി മരണങ്ങളാണ്. നീന്തൽ പഠിക്കുക എന്നതാണ് ഏറ്റവും വലിയ പരിഹാരം. ഈ ദൗത്യത്തിൽ പങ്കാളികളായ നാട്ടുകാരെയും കുട്ടികളെയും സ്റ്റേഷൻ ഓഫീസർ അഭിനന്ദിച്ചു. 6ാം വാർഡ് മെമ്പർ ശ്രീധരൻ മാക്കാലിക്കൽ, ഫയർ ആൻഡ് റെസ്ക്യൂ ഉദ്യോഗസ്ഥൻ ശരത്ത്, കോൺട്രാക്ടർ ബാബു, ഉസ്മാൻ പള്ളിക്കരയിൽ, ബിജു കണ്ടമ്പുള്ളി, മുഹമ്മദ് അലി പള്ളിക്കരയിൽ തുടങ്ങിയവരും ഉണ്ടായിരുന്നു. യൂത്ത് കോൺഗ്രസ് പുന്നയൂർകുളം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ശരത്ത് കുടുംബ സഹായ സമിതി ഫണ്ട് സമാഹരണ ഉദ്ഘാടനം നടത്തി. കൈകോർക്കാം ചേർത്തുപിടിക്കാം എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് ഫണ്ട് സമാഹരണം നടത്തുന്നത്. പുന്നയൂർകുളം മണ്ഡലം യൂത്ത് കോൺഗ്രസ് സെക്രട്ടറിയായിരിക്കെ 2025 ജനുവരി 9 ഹൃദയാഘാതം മൂലം മരിച്ചത്. നിർധനരായ ശരത്തിന്റെ കുടുംബത്തെ സഹായിക്കുക എന്ന ലക്ഷ്യം വെച്ചാണ് ഫണ്ട് സമാഹരണം നടത്തുന്നത്. പുന്നയൂർകുളം സഹകരണ ബാങ്ക് കെ.ജി. കരുണാകരമേനോൻ സ്മാരക മന്ദിരം ഹാളിൽ വെച്ച് നടത്തിയ പരിപാടി മുൻ കെ.പി.സി.സി. പ്രസിഡന്റ് വി.എം. സുധീരൻ ഉദ്ഘാടനം ചെയ്തു. ശരത്ത് കുടുംബസഹായ സമിതി ചെയർമാൻ എൻ.ആർ. ഗഫൂർ അധ്യക്ഷത വഹിച്ചു. മലപ്പുറം ജില്ലാ UDF ചെയർമാൻ പി.ടി. അജയ് മോഹൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. DCC സെക്രട്ടറി A.M. അലാവുദ്ദീൻ, പുന്നയൂർകുളം സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് പി. ഗോപാലൻ, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി നിഖിൽ ജി. കൃഷ്ണൻ, മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് പി. ബാബു, യൂത്ത് കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ഫാദിർ രാജ്, KPCC മെമ്പർ നിഖിൽ ദാമോദരൻ, ബ്ലോക്ക് വനിതാ കോൺഗ്രസ് പ്രസിഡന്റ് വി.കെ. റെജീന, യൂത്ത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി ഷർബനൂസ്, ശരത്ത് സംഘാടക സമിതി ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. കെ. കരുണാകരൻ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ആദ്യ സഹായ ഫണ്ട് 25,000 രൂപ ട്രസ്റ്റ് ചെയർമാൻ പി. ഗോപാലൻ വി.എം. സുധീരന് കൈമാറി. ഡിവൈഎസ്പിയായി സ്ഥാനക്കയറ്റം ലഭിച്ച സി. പ്രേമാനന്ദകൃഷ്ണന് ഗുരുവായൂരിലെ മുതിർന്ന പൗരന്മാരുടെ സംഘടനയായ സ്നേഹസ്പർശത്തിന്റെ നേതൃത്വത്തിൽ ആദരിച്ചു. ഗുരുവായൂർ പകൽവീട് പരിസരത്ത് സംഘടിപ്പിച്ച ആദര ചടങ്ങ് നഗരസഭാ ചെയർമാൻ എം. കൃഷ്ണദാസ് ഉപഹാരം നൽകി ഉദ്ഘാടനം ചെയ്തു. സ്നേഹസ്പർശം പ്രസിഡന്റ് R.V. അലി അധ്യക്ഷത വഹിച്ചു. P.P. വർഗീസ്, അനിൽ കലാറ്റ്, K.V. രാധാകൃഷ്ണൻ, M.P. കബീർ, ജോർജ് പോൾ നീലങ്കാവിൽ, പ്രഹ്ലാദൻ മാമ്പറ്റ്, ഇന്ദിര സോമസുന്ദരൻ, V.B. ശശി തുടങ്ങിയവർ സംസാരിച്ചു. നാടിന്റെ നന്മയ്ക്ക് നമ്മളൊന്നാകണം എന്ന തലക്കെട്ടിൽ സംസ്ഥാനത്തെ 14 ജില്ലകളിലുമായി വെൽഫെയർ പാർട്ടി സംഘടിപ്പിക്കുന്ന സാഹോദര്യ കേരള പദയാത്രയുടെ പര്യടനം ജില്ലയിൽ പൂർത്തിയായി. വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് റസാഖ് പാലേരിയുടെ നേതൃത്വത്തിലാണ് യാത്ര. ചാവക്കാട് ഒരുമനയൂർ തങ്ങൾപ്പടിയിൽ നിന്നും ആരംഭിച്ച് പദയാത്ര ചാവക്കാട് ആശുപത്രി റോഡ് ജംഗ്ഷനിൽ സമാപിച്ചു. തുടർന്ന് നടന്ന പൊതുസമ്മേളനം വെൽഫെയർ പാർട്ടി സംസ്ഥാന ജനറൽ സെക്രട്ടറി ജബീന ഇർഷാദ് ഉദ്ഘാടനം ചെയ്തു. വെൽഫെയർ പാർട്ടി സംസ്ഥാന കമ്മിറ്റി അംഗം ഷംസീർ ഇബ്രാഹിം മുഖ്യപ്രഭാഷണം നടത്തി. ഗുരുവായൂർ മണ്ഡലം പ്രസിഡന്റ് ഫൈസൽ ഉസ്മാൻ അധ്യക്ഷത വഹിച്ചു. പാർട്ടി ജില്ലാ പ്രസിഡന്റ് K.S. നിസാർ, ജനറൽ സെക്രട്ടറി റക്കീബ് കെ. തറയിൽ, ജില്ലാ വൈസ് പ്രസിഡന്റ് സരസ്വതി വലപ്പാട് തുടങ്ങിയവർ സംസാരിച്ചു. ചാലിശ്ശേരി കുന്നത്തേരി പൗർണമി സാംസ്കാരിക നിലയം രജത ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി TP ഉണ്ണികൃഷ്ണൻ സ്മാരക പൗർണമി വായനശാലയുടെ 1ാം വാർഷികവും കുന്നത്തേരി കോളനിക്ക് പുതിയ പേര് പ്രഖ്യാപനവും ഞായറാഴ്ച നടക്കും. കുട്ടികളുടെ കലാപരിപാടികളോടെ വായനശാല വാർഷികാഘോഷത്തിന് തുടക്കമാകും. തുടർന്ന് 6 മണിക്ക് ആലത്തൂർ MP കെ. രാധാകൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിക്കും. സാംസ്കാരിക നിലയം സ്ഥിതി ചെയ്യുന്ന കുന്നത്തേരി കോളനിയെ പൗർണമി നഗർ ഫസ്റ്റ് അവന്യൂ, പൗർണമി നഗർ സെക്കൻഡ് അവന്യൂ, പൗർണമി നഗർ TP ലൈൻ എന്നീ പേരുകൾ നൽകി ഔദ്യോഗികമായി നാമകരണം പ്രഖ്യാപനവും MP നടത്തും. തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് VP റജീന അധ്യക്ഷത വഹിക്കും. കൂറ്റനാടിന്റെ പ്രിയ ഗായിക കൃഷ്ണ ഷിബു,
സിനിമാ പിന്നണി ഗായകൻ മണികണ്ഠൻ പെരുമടപ്പ് എന്നിവർ മുഖ്യാതിഥികളാകും. പൗർണമി കലാസമിതിയുടെ സ്ഥാപക നേതാക്കളായ KK വേണു, TC അപ്പുണ്ണി എന്നിവരെ ചടങ്ങിൽ ആദരിക്കും. ലിറ്റിൽ എർത്ത് സ്കൂൾ ഓഫ് തിയേറ്ററിന്റെ മാർത്താണ്ഡന്റെ സ്വപ്നങ്ങൾ എന്ന നാടകവും അരങ്ങേറും. ചാലിശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് വിജേഷ് കുട്ടൻ, തൃത്തല ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് PR കുഞ്ഞുണ്ണി, ലൈബ്രറി കൗൺസിൽ താലൂക്ക് സെക്രട്ടറി T സത്യനാഥൻ, ഡോക്ടർ EN ഉണ്ണികൃഷ്ണൻ, പഞ്ചായത്ത് അംഗം PV രജീഷ് കുമാർ എന്നിവർ പങ്കെടുക്കും. പൗർണമി ട്യൂഷൻ സെന്റർ SSLCക്ക് 100% വിജയം നേടിയത് വാർഷികവേളയിൽ ഇരട്ടി മധുരമായി. സാംസ്കാരിക നിലയത്തിൽ വിജയാഘോഷം കേക്ക് മുറിച്ച് ആഘോഷിച്ചു. വായനശാല സെക്രട്ടറി KK പ്രഭാകരൻ, കലാസമിതി പ്രസിഡന്റ് TS സുബ്രഹ്മണ്യൻ, KK അനിൽകുമാർ, രക്ഷാധികാരി KA രാമകൃഷ്ണൻ, വനിതാവേദി കൺവീനർ RS മാജിദ, ലൈബ്രറിയൻ V സന്ധ്യ എന്നിവർ നേതൃത്വം നൽകി. അഗതിയൂർ കലശമല ശ്രീ ദണ്ഡായുധപാണി ബാലസുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിനം ആഘോഷിച്ചു. ചടങ്ങുകൾക്ക് ക്ഷേത്രം തന്ത്രി ചേറ്റുപുഴ അഭേദാനന്ദാശ്രമം മഠാധിപതി വിശ്വേശ്വരാനന്ദ സരസ്വതി സ്വാമികൾ, ക്ഷേത്രം മേൽശാന്തി രാജു ശാന്തി എന്നിവർ കാർമ്മികത്വം വഹിച്ചു. പുലർച്ചെ നിർമ്മാല്യ ദർശനം, അഭിഷേകം, അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം, പാലഭിഷേകം, കലശാഭിഷേകം എന്നിവ നടന്നു. വൈകിട്ട് സർവൈശ്വര്യ പൂജ, ദീപാരാധന, നിറമാല, ചുറ്റുവിളക്ക്, അത്താഴപൂജ എന്നിവയ്ക്ക് ശേഷം പ്രതിഷ്ഠാ ദിനാഘോഷത്തിന് സമാപനമായി. ഉച്ചയ്ക്ക് പ്രസാദ ഊട്ടും ഉണ്ടായിരുന്നു. തൃശൂർ ആസാദ് ഫൗണ്ടേഷൻ കുന്നംകുളത്തും പുന്നീർകുളത്തും എല്ലാ മാസവും 1-ാമത്തെയും 4-ാമത്തെയും ഞായറാഴ്ചകളിൽ പ്രതിമാസം മെഡിക്കൽ ക്യാമ്പുകൾ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. നിർധനരും നിരാശ്രയുമടക്കം ആയിരങ്ങൾക്ക് കാരുണ്യസ്പർശം പദ്ധതിയിൽ ഉൾപ്പെടുത്തി നേത്ര ചികിത്സയും ശസ്ത്രക്രിയയും നൽകി വരുന്നുണ്ട്. കോയമ്പത്തൂർ അരവിന്ദ് ഹോസ്പിറ്റൽ, ITS മലബാർ എന്നീ ഹോസ്പിറ്റലുകളുടെ സഹകരണത്തോടെയാണ് ക്യാമ്പുകൾ നടത്തുന്നത്. ക്യാമ്പുകളിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് 85 47 54 48 88 എന്ന നമ്പറുകളിലോ പഞ്ചായത്തിലെ ക്യാമ്പ് കോർഡിനേറ്റർമാരെയോ ബന്ധപ്പെടാവുന്നതാണ്. വിപണി മറ്റം കൂനമുച്ചി റോഡിൽ ക്രൗൺ ഓഡിറ്റോറിയം പ്രവർത്തനം ആരംഭിച്ചു. മറ്റം കൂനമുച്ചി റോഡിൽ മറ്റം നിത്യസഹായ മാതാവിന്റെ പള്ളിക്ക് സമീപമാണ് അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ക്രൗൺ ഓഡിറ്റോറിയം പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത്. സ്ഥാപനത്തിന്റെ വെഞ്ചിരിപ്പ് കർമ്മം മറ്റം ഫൊറോന പള്ളി വികാരി ഫാദർ ഡോക്ടർ ഫ്രാൻസിസ് ആളൂർ നിർവഹിച്ചു. ക്രൗൺ ഓഡിറ്റോറിയത്തിന്റെ ഉദ്ഘാടനം കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി ജയൻ നിർവഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് NS ധനൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മെമ്പർമാരായ TO ജോയ്, അഡ്വക്കേറ്റ് PV നിവാസ്, സ്ഥാപന ഉടമ KK കൊച്ചുമാത്യു, കുടുംബാംഗങ്ങൾ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. ചെറുതും വലുതുമായ എല്ലാ ആഘോഷങ്ങൾക്കും അനുയോജ്യമായ വിധത്തിലാണ് ഇവിടെ ഹാളുകൾ ഒരുക്കിയിട്ടുള്ളത്. AC, നോൺ AC ഹാളുകൾ ലഭ്യമാണ്. ക്രൗൺ പ്രീമിയം AC ഹാൾ, ക്രൗൺ പ്രീമിയം നോൺ AC ഹാൾ, ക്രൗൺ ഡിലക്സ് ഹാൾ എന്നിവയ്ക്കൊപ്പം ഔട്ട്ഡോർ സൗകര്യവും ലഭ്യമാണ്. 100-ലേറെ വാഹനങ്ങൾക്കുള്ള വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും. വിവാഹ പാർട്ടികൾക്ക് ഒരുങ്ങുവാനും താമസത്തിനുമായി 2 AC റൂമുകളും ലഭ്യമാണ്. അതോടൊപ്പം തന്നെ അത്യാധുനിക സൗണ്ട് സിസ്റ്റവും സജ്ജീകരിച്ചിരിക്കുന്നു. ക്രൗൺ ഓഡിറ്റോറിയം, കൂനമുച്ചി റോഡ്, മറ്റം. ഫോൺ 7909168357 9946474288. അഷ്റഫ് കൂട്ടായ്മയുടെ തൃശൂർ ജില്ലാ കുടുംബസംഗമം ശ്രദ്ധേയമായി. കല്ലുംപുറം വിദ്യാ റെസിഡൻസിയിൽ നടന്ന കുടുംബസംഗമം കടവല്ലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് PI രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് അഷ്റഫ് കഴുത്തായ്ക്കൽ അധ്യക്ഷത വഹിച്ചു. സംഗമ സപ്ലിമെന്ററി പ്രകാശനം ജില്ലാ വൈസ് പ്രസിഡന്റ് ടിക്ടോക്ക് അഷ്റഫ് പഞ്ചായത്ത് പ്രസിഡന്റിന് നൽകി നിർവഹിച്ചു. സംഘടനാംഗങ്ങളുടെ മാതാക്കളെയും മികവ് പുലർത്തിയ കുട്ടികളെയും ഉപഹാരം നൽകി ആദരിച്ചു. സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റ് അഷ്റഫ് മൗവൽ കാസർകോട് മുഖ്യാതിഥിയായിരുന്നു. ജനറൽ സെക്രട്ടറി അഷ്റഫ് വാഴയൂർ മലപ്പുറം മുഖ്യപ്രഭാഷണം നടത്തി. വൈസ് പ്രസിഡന്റ് അഷ്റഫ് IP കോഴിക്കോട് സംഘടനാ സന്ദേശം നൽകി. കൂട്ടായ്മ സ്ഥാപകൻ അഷ്റഫ് മനരിക്കൽ, കടവല്ലൂർ പഞ്ചായത്ത് അംഗം ഹക്കിം പള്ളിക്കുളം, അഷ്റഫ് ആൽത്തറ എന്നിവർ സംസാരിച്ചു. തുടർന്ന് ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ്, ലഹരി വിരുദ്ധ പ്രതിജ്ഞ, ട്രാഫിക് ബോധവൽക്കരണ ക്ലാസ്, ആരോഗ്യ ബോധവൽക്കരണ ക്ലാസ് എന്നിവയും കോഴിക്കോട് അഷ്റഫ് നാറാത്തിന്റെ ഇശൽ വിരുന്നും ഉണ്ടായിരുന്നു. വാരിയേഴ്സ് പുന്നൂക്കാവ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബും
മൈൻഡ് ബാത്ത് ടെക്നോളജി സെന്ററും സംയുക്തമായി പുതുതലമുറയും രക്ഷിതാക്കളും എന്ന തലക്കെട്ടിൽ ബോധവൽക്കരണ ക്ലാസ് നടത്തി. പുന്നൂർകുളം അൻസാർ കോളേജിൽ നടത്തിയ പരിപാടി ക്ലബ് രക്ഷാധികാരി നസീർ പുന്നൂക്കാവ് ഉദ്ഘാടനം ചെയ്തു. ക്ലബ് സെക്രട്ടറി സഹിൻ ഷാ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സൈക്കോളജി കൗൺസിലർ ഫൗസിയ പുത്തൻപള്ളി, റസിയ ടീച്ചർ, ഫൗസിയ കടവലൂർ തുടങ്ങിയവർ ബോധവൽക്കരണ ക്ലാസ് എടുത്തു. മാനാസ്, ഷിബിൻ, നിധുൻ, കെ എ ഷെരീഫ് തുടങ്ങിയവർ സംസാരിച്ചു. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 9,045 രൂപ, പവന് 72,360 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 109 രൂപ. ചരമം ചിറമനേങ്ങാട് താഴത്തേപ്പുരയ്ക്കൽ ഗോവിന്ദൻ ഭാര്യ മാധവി നിര്യാതയായി 73 വയസ്സായിരുന്നു. സംസ്കാരം ഞായറാഴ്ച രാവിലെ 10 മണിക്ക് വീട്ടുവളപ്പിൽ നടക്കും. പ്രമേഷ് കുമാർ, പ്രതാപ് ചന്ദ്രൻ, പ്രബിത, പ്രിയ എന്നിവർ മക്കളാണ്. പുന്നൂർകുളം ചെറായി മാപ്പാല ലക്ഷ്മി നിര്യാതയായി 75 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. പരേതനായ കൃഷ്ണൻകുട്ടി ഭർത്താവാണ്. ഷീല, രതി, അനിൽ, മിനി, രഘുനാഥ് എന്നിവർ മക്കളാണ്. വെസ്റ്റ് മങ്ങാട് കൊള്ളന്നൂർ ജോബ് നിര്യാതനായി 75 വയസ്സായിരുന്നു. സംസ്കാരം ഞായറാഴ്ച ഉച്ചയ്ക്ക് 1 മണിക്ക് വെസ്റ്റ് മങ്ങാട് മാർ ഗ്രിഗോറിയസ് ഓർത്തഡോക്സ് പള്ളി സെമിത്തേരിയിൽ നടക്കും. മേരി ഭാര്യയും അപ്പു, മീര എന്നിവർ മക്കളുമാണ്. കുന്നംകുളം വടക്കാഞ്ചേരി റോഡിൽ കൂത്തൂർ പരേതനായ ജോബ് ഭാര്യ എൽസി നിര്യാതയായി 87 വയസ്സായിരുന്നു. സംസ്കാരം ഞായറാഴ്ച ഉച്ചയ്ക്ക് 1 മണിക്ക് ആർത്താറ്റ് സെന്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രൽ സെമിത്തേരിയിൽ നടക്കും. ഗീവർ, വത്സ, ലൈല എന്നിവർ മക്കളാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പാകിസ്ഥാനുമായി വെടിനിർത്തലിന് ധാരണയായെന്ന് ഇന്ത്യ. അമേരിക്കയുടെ ഇടപെടലിനെ തുടർന്നല്ല ഇന്ത്യയും പാകിസ്ഥാനും വെടിനിർത്താൻ തീരുമാനിച്ചതെന്ന് കേന്ദ്ര സർക്കാർ. ചേറ്റുവയിൽ ആംബുലൻസിന്റെ മറവിൽ ലഹരി കച്ചവടം നടത്തുന്ന 2 പേർ പോലീസ് പിടിയിൽ. ഓപ്പറേഷൻ ഡി ഹണ്ടിന്റെ ഭാഗമായുള്ള പരിശോധനയിലാണ് യുവാക്കൾ പിടിയിലായത്. ഗുരുവായൂരിൽ 2 വീടുകളിൽ മോഷണം. മാവിൻചുവട് മോഷണം നടന്ന വീട്ടിൽ നിന്നും സ്വർണവും പണവും കവർന്നു. പാവറട്ടി തിരുനാളിന്റെ നേർച്ചയൂട്ടിന് ഭക്തജനപ്രവാഹം. 1.5 ലക്ഷം പേർക്കാണ് ഇത്തവണ നേർച്ച ഭക്ഷണം ഒരുക്കിയിട്ടുള്ളത്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ മെയ് 11 ഞായറാഴ്ച വിവാഹ ബുക്കിംഗ് 200 കടന്നതോടെ ദർശനത്തിനും താലികെട്ട് ചടങ്ങിനും ദേവസ്വം പ്രത്യേക ക്രമീകരണം ഒരുക്കി. താലികെട്ടിനായി കൂടുതൽ മണ്ഡപങ്ങൾ സജ്ജമാക്കി. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.